ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള മെത്തേഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വാട്ടർ മാനിഫെസ്റ്റേഷനാണ്. വാട്ടർ മാനിഫെസ്റ്റേഷനാണ് ഫാസ്റ്റസ്റ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. കഴിഞ്ഞ വീഡിയോയിൽ വാട്ടർ മാനിഫെസ്റ്റേഷനാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ടെക്നിക്കും കൂടെ വളരെ 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 എഫക്റ്റീവായിട്ടുള്ള, നമുക്ക് ഒന്നും വർക്ക് ആവുന്നില്ല എന്ന് ഇരിക്കുന്നൊരു സമയമില്ല, ഒന്നും വർക്ക് ആവുന്നില്ല, മനസ്സിനൊരു ക്ലാരിറ്റി ഇല്ല, ഒരു കോൺഫിഡൻസ് ഇല്ല, നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചില ആൾക്കാർ. അതിൻ്റെ പ്രകാരമായിട്ട് നമ്മൾ ഇന്ന് ഇടുന്നത് വീണ്ടും ഒരു വെള്ളം കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 21 ദിവസം നമ്മളിത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് നമുക്കുണ്ടാവുക. വെറും ഗ്ലാസും വെള്ളവും മാത്രം മതി ഇത് ചെയ്യാൻ. ഒരു പൈസ ചിലവോ ഒരു കോഴ്സോ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സയൻറ്റിഫിക് കൂടെയാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മളുടെ ഇതേപോലെയുള്ള സിംബോളിക് റിച്വൽസ് ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളൊരു വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ മറ്റേ ഇൻറ്റൻഷൻ കൊടുക്കുന്നതിലുപരി, അതൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്, അതിലുപരി അതൊരു റിച്വലാണ്. അത് ബ്രെയിനിലേക്ക് നമ്മളിലേക്ക് പതിയും. അതിൽ വിശ്വസിക്കുന്നവർക്ക് അതൊരു കോൺഫിഡൻസും അതൊരു ക്ലിയർ ഇൻറ്റൻഷൻ ഉണ്ടാക്കാനും സഹായിക്കും. അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ്. അല്ലാതെ ഇതൊരു മാജിക് പില്ലൊന്നും അല്ല. ഇത് നമ്മൾ ആ ഒരു ക്ലിയർ ഇൻറ്റൻഷനോടുകൂടി ക്ലാരിറ്റിയോടുകൂടി ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അത് ഇൻഫ്ലുവൻസ് ആകുന്നു, വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ. അല്ലാതെ ഒരു മാജിക്കോ ആകാശത്തുനിന്നൊന്നും പൊട്ടി വീഴുന്നതോ ഇതൊരു മാന്ത്രിക വിദ്യയോ ആണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇത് മാത്രമല്ല ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും. ഇതെല്ലാം നമ്മളുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പ്രോസസ്സുകളാണ്. അതിനെ ഒന്ന് സ്വിച്ച് ചെയ്യാൻ, ഈ കറണ്ട് ഇമോഷനിൽ നിന്ന് അടുത്ത ഇമോഷനിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അവിടെ ക്ലാരിറ്റി സംഭവിക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് വേണ്ടത് വളരെ രണ്ട് കാര്യങ്ങളാണ്. 2 ഗ്ലാസ് വേണം. 2 ഗ്ലാസ്. ഈ 2 ഗ്ലാസ് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കാം. വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. എത്ര വെള്ളമാണോ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത് അത്രയും വെള്ളം എടുക്കുക. എന്നിട്ട് ഗ്ലാസ് നിങ്ങൾക്ക് കുപ്പി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു ഗ്ലാസ് എടുക്കുക. പരമാവധി നമ്മൾ ആദ്യം എടുക്കുന്ന ഈ ഗ്ലാസ് ഇടത്തെ കയ്യിൽ തന്നെ വെക്കാൻ ശ്രമിക്കാം. അതിനുശേഷം മറ്റേത് വലത്തെ കയ്യിൽ പിടിക്കാം. ഈ ഇടത്തെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിൽ നമ്മളുടെ കറണ്ട് റിയാലിറ്റി, ഇപ്പോൾ ഒരാൾക്ക് കോൺഫിഡൻസ് ഇല്ല, ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല എന്നതായിരിക്കട്ടെ അയാളുടെ കറണ്ട് റിയാലിറ്റി. കോൺഫിഡൻസ് ഇല്ല, ഒരു മോട്ടിവേഷൻ തോന്നുന്നില്ല. അപ്പോൾ നോ കോൺഫിഡൻസ് എന്ന് ഒരു ഭാവത്തിൽ നമ്മളിത് പിടിക്കാം. അല്ലെങ്കിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഗ്ലാസ്സിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് കൂടുതൽ എഴുതി വെക്കുന്നത് എന്തിനാണ്? ആരെങ്കിലും വന്ന് കണ്ടെന്തെങ്കിലും ചെയ്യുമെന്നല്ല. എഴുതി വെക്കുന്നത് നമുക്ക് തന്നെ കാണാൻ വേണ്ടിയാണ്. നമുക്ക് കാണുന്ന രീതിയിലാണ് അത് എഴുതി വെക്കേണ്ടത്. നമുക്ക് എഴുതി വെച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഇമോഷനിലേക്ക് പോകും, അല്ലേ? അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് എന്തെന്ന് നിങ്ങൾക്ക് എഴുതാം. നോ കോൺഫിഡൻസ് എന്നുള്ളതാണ് ഒരു ഇത്. അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളതാണ് നമ്മളുടെ ഇതെന്ന് വിചാരിച്ചു, കറണ്ട് റിയാലിറ്റി. ഈ ലോസ് എന്നുള്ളത് അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് എന്നുള്ളത് നെഗറ്റീവ് എന്താണോ, ഇപ്പോഴത്തെ കറണ്ട് റിയാലിറ്റി എന്താണോ അത് എഴുതി വെക്കുക അതിനകത്ത്, അല്ലെങ്കിൽ ആ ഭാവത്തിലിരിക്കുക. ഇതിൽ നമ്മളൊന്നുകിൽ എഴുതി വെക്കുക അതിൻ്റെ ഓപ്പോസിറ്റ്. നോ കോൺഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഡൻസ്, ലോസിൻ്റെ ഓപ്പോസിറ്റ് പ്രോഫിറ്റ്. മനസ്സിലായോ? ഇത് നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എഴുതി വെക്കാത്തത്. എഴുതി വെക്കുന്നത് നമുക്കൊരു ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണ് ഈ എഴുതി വെക്കുന്നത്. എഴുതി വെച്ചതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുകയൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഭാവമാണ്. ഇതിൽ നെഗറ്റീവ് ഭാവം, ഇതിൽ പോസിറ്റീവ് ഭാവം, അല്ലേ? നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് റിയാലിറ്റി. എന്തെങ്കിലും ഒരു കറണ്ട് റിയാലിറ്റി നമുക്ക് നെഗറ്റീവ് ആയിട്ടല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് റിയാലിറ്റി. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മളിത് പിടിച്ചിട്ട് ഈ കറണ്ട് റിയാലിറ്റി, കോൺഫിഡൻസ് ഇല്ലായ്മ എന്നുള്ളത് നമ്മളത് ജസ്റ്റ് ഒന്ന് ഇതിൽ പിടിച്ചിട്ട് ഇതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ പിടുത്തത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇടത്തെ കയ്യിലുള്ള ഫോക്കസ് കൊടുത്തതിന് ശേഷം
നമ്മളിപ്പോൾ ഉള്ള കറണ്ട് റിയാലിറ്റീനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്താണ് നമ്മുടെ ലൈഫിലിപ്പോൾ, എന്തൊക്കെയാണ് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത്? വിഷ്വലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. അത് മാനിഫെസ്റ്റായി പോകുമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഈ പോസിറ്റീവ് റിയാലിറ്റി, നമ്മൾക്ക് എന്താണോ റിയാലിറ്റി വേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരാം. അത് നല്ല ശക്തമായിട്ട് കൊണ്ടുവരാം, വളരെ ശക്തമായിട്ട്. എന്താണോ അവിടെ വരേണ്ടത്, എന്താണോ ആ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ എനിക്ക് നേടാം, ആ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ എനിക്ക് നേടാം, അതെല്ലാം പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം, ഇത് എത്ര സമയം വേണമെങ്കിലും ഇതിനെടുക്കാം. അതിനുശേഷം ഈ വെള്ളം വളരെ ഫീലോടുകൂടി ഇതിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്തുള്ള ഇമോഷൻസ് എല്ലാം ഇതിൽ പോസിറ്റീവായി മാറി, ഇതിനകത്തുള്ള ഇമോഷൻസ് മാഞ്ഞ് ഇതിൽ ഇമോഷൻസായി മാറി. അതായത് നോ കോൺഫിഡൻസ് ഉള്ളത് മാഞ്ഞ് കോൺഫിഡൻസ് ആയി മാറി. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി ഇത് കുടിക്കുക. ഫുള്ള് കുടിച്ച് തീർക്കുക. എത്രയാണോ നിങ്ങൾ ഒഴിക്കുന്നത് അത്രയും ഫുള്ള് കുടിക്കുക. ഇതാണ് ഈ പ്രോസസ്സ്. അതിനുശേഷം നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കാം. നമ്മൾ ജസ്റ്റ് ആ പോസിറ്റീവ് റിയാലിറ്റീനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇത്രയുള്ള ഈ പ്രോസസ്സ്. ഇത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒന്നും നിങ്ങൾക്ക് നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലൈഫിലില്ല എന്ന് തോന്നുമ്പോൾ, ഇതെന്താണ് നമ്മളിപ്പോൾ ചെയ്തത്? നമ്മൾ ഇമോഷൻസിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അതിന് നമ്മൾ ഉപയോഗിച്ച ഒരു ടൂളാണ് വെള്ളം, ഒരു ഗ്ലാസ്. വെള്ളത്തിനെ നമുക്ക് റിലീജിയസ്ലി തന്നെ പറയുന്നുണ്ട്, വെള്ളത്തിനെ നമുക്ക് പോസിറ്റീവ്ലി ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ചാർജാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരേ സമയം ഇതിലൊന്നും വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നവർക്കും യൂസ് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. നമ്മുടെ വളരെ 21 ദിവസം നിങ്ങളത് ചെയ്ത് നോക്കുക. ഏത് സമയവും ചെയ്യാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക്. പക്ഷേ നമ്മളുടെ ഡെഡിക്കേഷനും നമ്മളിത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നത്, നമ്മളിത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ എന്താ പറയുക, നമ്മൾ അതിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതെല്ലാം നമ്മൾ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല വെറുതെ ആകാശത്ത് നോക്കി വിഷ്വലൈസ് ചെയ്തിരുന്ന എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളതൊരു അന്ധവിശ്വാസമാണ്. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരും. പക്ഷേ സാഹചര്യങ്ങൾ ആരാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? നമ്മളല്ലേ. അപ്പോൾ നമ്മളവിടെ ഒരു സ്റ്റെപ്പ് എടുക്കണം. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവിടെ പരമമായിട്ടുള്ള ബോധം 100 സ്റ്റെപ്പ് എടുക്കും എന്നാണ് പറയുക. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ക്ലാസ്സസ് ഉണ്ടാവും. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു.